ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനക യൂട്യൂബ് ചാനൽ. സോ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണമായിരുന്നു ഫസ്റ്റ് ഇടേണ്ടിയിരുന്നത്. ബട്ട് എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. സോ നമ്മളിന്ന് നമ്മുടെ ഗിഫ്റ്റ്സ് ഓപ്പണിംഗ് ആണ് ചെയ്യാൻ പോണേ. എനിക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ലൈഫിൽ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ആളവിടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോനെ. എൻ്റെ മാതാജി സിസ്റ്റർജി ഒക്കെ ക്യാമറയുടെ ബാക്കിൽ ഇറപ്പുണ്ട് ഗിഫ്റ്റുകൾ കാണാനായിട്ടേ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. അമ്മ വെക്കോ. സോ ഫസ്റ്റ് ഇത് എടുക്കുക. ഇതൊരു ബാഗാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഈ ബാഗ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നതാ, സൂക്കിൻ്റെ. ഇതാരാണാവോ വാങ്ങിച്ചെന്ന്? ഇല്ല, പേരൊന്നുമില്ല. ബട്ട് ആരാണേലും താങ്ക് യു. ഇതാണ് തേടി വള്ളി കാലിച്ചിട്ട്. ഇത് വാങ്ങിച്ചത് തന്ന ആൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. അടുത്തത് ഒരു സ്ക്വയർ ബോക്സ് ആണ്. ഇതിൻ്റെ പുറത്ത് വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. സോ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് എന്താണാവുമെന്ന്. പ്രസ്റ്റീജിൻ്റെ ഇലക്ട്രിക് കെറ്റിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പോൾ വാങ്ങിക്കണം ഇങ്ങനെ വിചാരിച്ചിട്ട് ദിസ് ഈസ് ക്യൂട്ട് ആൻഡ് ബിഗ്. താങ്ക് യു. ഇതാരുടെ വകയാണാവോ? ഇതിനകത്തും പേര് പറഞ്ഞിട്ടില്ല. പ്രിയസേനൻ അങ്കിളിലൊക്കെയാണ്. എന്താന്ന് നോക്കാം. അല്ല, തൂക്കുകളൊക്കെ. അതും വെരി ബ്യൂട്ടിഫുൾ തൂക്കുകളൊക്കെ. താങ്ക് യു. അടുത്തതും ഒരു സ്ക്വയർ ബോക്സ്. അല്ല, ഒരു റെക്ടാങ്കിൾ ബോക്സ്. വേണ്ട, നീ കളിക്കല്ലേ. ഞാനൊരു വിധത്തിലാണ് ഇതൊക്കെ ഒപ്പിക്കണേ. അതിൻ്റെ ഇടക്കളവൻ കുക്കറോ? ഈശ്വര, എന്നെ കുറിച്ച് അറിയാത്ത ആരാണ്ട. അല്ലെങ്കിൽ കുക്ക് ചെയ്യാത്ത എനിക്കിതിനെ കുക്കർ വാങ്ങിച്ചെന്ന്. ഇതിൽ പേരുണ്ടോന്നാവോ? എന്തായാലും പേരൊന്നും വെക്കാത്ത. പണ്ടൊക്കെ ഗിഫ്റ്റുകൾ പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പേരാവും. ഒരു റെക്ടാങ്കിൾ ബോക്സ് പോലെ സാധനം. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കല്ലാണോ? എടാ മോനെ, ഇത് കല്ലാണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അല്ല, പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കണേ. എന്തോ വെയിറ്റ് ഉണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇനി ടോർച്ച് അടി കണ്ടപ്പോ അമ്മി ടോർച്ച്. കൃഷ്ണൻ, മെറ്റൽ കൃഷ്ണൻ. താങ്ക് യു whoever this is. താങ്ക് യു. പിന്നെ ഒരു ഉരുളി. സ്നിംസ് ഹോസ്റ്റൽ സ്റ്റാഫ്. ഓക്കെ, അച്ഛൻ്റെ മറ്റേ SNIMS കോളേജിലെ ഹോസ്റ്റലിൻ്റെ സ്റ്റാഫ്സിൻ്റെ വകയാട്ടോ ഇത് രണ്ടും. താങ്ക് യു, സൂപ്പറായിട്ടുണ്ട് രണ്ടും. അടുത്തത് ആമിയുടെ ഫ്രണ്ട്സിൻ്റെ വകയാട്ടോ. ആമിയുടെ മഹാരാഷ്ട്ര ഫ്രണ്ട്സിൻ്റെ വക 2 സ്പ്രേകൾ കിട്ടിയിട്ടുണ്ട്. ഇത് ആമി ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു, അതുകൊണ്ട് തണുത്തിരിക്കാം. താങ്ക് യു. ആമി ഓൾറെഡി പൊട്ടിച്ചു വെച്ചു. അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട്. ഇനി ഇത് അടുത്ത ജാങ്കം പെട്ടി. ബിരിയാണി പോട്ട്. ബിരിയാണി പോട്ടാണ് കേട്ടോ. അടുത്തത് കൃഷ്ണനാന്ന് തോന്നുന്നു. ബാക്ക് വരുന്ന കൃഷ്ണൻ. സൂപ്പറായിട്ടുണ്ട്. അടുത്ത നമ്മളൊരു ഫ്രെയിമാണ്. ഇതാരുടെയാ? ഇതാ? അല്ല, വിനിതാൻ്റെ പൊട്ടിക്കാനുണ്ടായിരുന്നല്ലോ. ആണോ? ഓക്കെ, ഇത് അമ്മയുടെ കടയിലെ ആൻറ്റിയുടെ വകയാട്ടോ, വിനിത ആൻറ്റിയുടെ വക. താങ്ക് യു. ഇത് 2 ഉണ്ടല്ലോ. 2 ഗോൾഡൻ ഉണ്ട്. അതിൻ്റെ തന്നെ വേറെ ഫോട്ടോ. ദിസ് ഈസ് ബൈ ജോയ അൽക്കാസ്.
അവർ നമ്മുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായി ഫോട്ടോ ഫ്രെയിം തരാനായിട്ട്. താങ്ക് യു ജോയ ലുക്കാസ്. ഇത് അനുവിൻ്റെ അച്ഛൻ്റെ അമ്മ തന്നാണ്ട. ഇത് അങ്കിളും ആൻറ്റിയും നമ്മളുടെ അടുത്ത് സ്റ്റേജിൽ വെച്ച് തന്നെ പൊട്ടിക്കാൻ പറഞ്ഞായിരുന്നേ. പക്ഷെ അപ്പോഴേക്കും ക്യാമറമാനൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്കത് പൊട്ടിക്കാൻ പറ്റിയില്ല. ഓ ദിസ് ഈസ് എ കാരിക്കേച്ചർ ഗൈസ്. ആന്നേ ബഗളിത്തരം അല്ല. പക്ഷെ ക്യാമറമാന്മാര് ഫോട്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളത് ബാക്കിൽ വെച്ചിട്ട് അല്ലാണ്ട് ഞാൻ ബഗളിത്തരം കാണിച്ചൂന്ന്. വിത്ത് ലവ് അനു. ഐ ലവ് യു അനു. സെറ്റ് സാധനം. അയ്യോ ഭയങ്കര ഇഷ്ടായി. സെറ്റല്ലേ? താങ്ക് യു അനു. എനിക്ക് കല്യാണമായിട്ട് ഞാൻ പറയാം ഫസ്റ്റ് എന്താ ബ്രൈഡ് ടു ബി അല്ലെങ്കിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു ബി തന്നത് അനു ആയിരുന്നു. അനു ഡ്രസ്സ് വാങ്ങിച്ചു തന്നു, ആൾക്ക് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. അനു നമ്മളുടെ കല്യാണത്തിന് കുറേ ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ദ മോസ്റ്റ് പ്രഷ്യസ് വൺ, താങ്ക് യു. ആളിപ്പോഴും ജർമ്മനി തന്നെ, പക്ഷേ താങ്ക് യു. ഓ ഉണ്ണിയാർച്ച. ഓക്കെ, ഇതും അച്ഛൻ്റെ മറ്റേ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഉള്ളവരാണ് തന്നേക്കണേ. എനിക്ക് പെട്ടെന്ന് തോന്നിയായിരുന്നു, പക്ഷെ ഞാനല്ല, എനിക്ക് മനസ്സിലായി. ഇത് ഒരു 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 ഇത് ഉണ്ണിയാർച്ചല്ല, ഒരു നമ്പൂതിരിക്കുട്ടി. പിന്നെ പറഞ്ഞോടെയുണ്ട് ബാക്കിൽ. ഓ ഇതെനിക്ക് വേണമെന്ന് വിചാരിച്ചിരുന്ന സാധനമായിരുന്നു കേട്ടോ ഞാൻ ബാക്കിലുള്ളത്. മൊണാലിസ അല്ല. ഞാൻ അത്ര പരിഷ്കാരി ഒന്നുമല്ല കേട്ടോ. ഇതെനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നൊരു ഫോട്ടോയാണ്. അതിലിത് അപ്പു ചേച്ചിയുടെ വീട്ടിൽ ഇത്രയും തന്നെ ഉള്ളതുണ്ടായി. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എന്താ പറഞ്ഞ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം എന്ന്. എനിക്ക് കിട്ടി. എനിക്ക് ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ദാ ഉണ്ണി അച്ഛൻ വരുന്നു, അതാണിത് ഈ സാധനം. അത് അല്ല, ബാ ഉണ്ണി വിളക്ക് എത്തിക്കാം. താങ്ക് യു SNIMS. ഇത് ഗിഫ്റ്റ്, അതായത് ഗിഫ്റ്റിന്റെ പ്രത്യേക ബോക്സാ. നല്ലതായിട്ടില്ലേ? എന്താ നോക്കട്ടെ. ഓ സാരി അല്ല, ചുരിദാർ സെറ്റ് ഇത്. ഓ നല്ല ഷോള്. സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ അവിടെ കിടക്കാൻ നിക്കർ വരെ പോയി 10 മിനിറ്റ് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട്. ഇവൻ ഈ വീഡിയോ ഒന്ന് പുറത്താക്കണല്ലോ. നല്ല കളറ്, നല്ലതാ. സൂപ്പർ താങ്ക് യു. ഇതാരുടെ വകയാ? ഇവിടെ ഉണ്ട് ബെസ്റ്റ് വിഷസ് എഴുതാനുണ്ട്, പക്ഷെ എഴുതിയിട്ടില്ല. പക്ഷെ ഇത് ആരാണ് തന്നെങ്കിലും താങ്ക് യു. കാരണം ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു വീക്ക്നെസ് ആണ്. ട്രെൻഡ്സ് കാലടിന്ന് ട്രെൻഡ് അല്ലല്ലോ. ഓ ട്രെൻഡാണല്ലോ. പച്ച സാരി, ഇത് നല്ല പിന്നെന്താ ചുരിദാറാണെങ്കിൽ അടിപൊളി. കാരണം സാരി ഇപ്പോൾ ഓൾറെഡി പച്ചക്കറി ഉണ്ട് ഇല്ലേ. താങ്ക് യു. അടുത്ത തുണി എൻ്റെ മോന് ഇല്ല, സെറ്റ് സാധനം. താങ്ക് യു ഗായ്സ്. ഇതാരാ തന്നേന്നാവോ? ഷോ നിങ്ങളെന്തൊന്നും എഴുതാത്തേ? അടുത്തത് ഇതും ഡ്രസ്സായിരിക്കണേ ഭഗവതി. അതെ, അയ്യോ പോയി. പ്രീമിയം വൈ വിറ്റൂഡ. ഈശ്വര, ബോയ്സിൻ്റെ ഒന്നും ആവായിരുന്നു അത് പറഞ്ഞു. അല്ല ശോ, ഇത് പൊതിഞ്ഞേക്കാണല്ലോ മനുഷ്യനെ വീണ്ടും ടെൻഷൻ അടുപ്പിക്കാൻ. ചുരിദാർ. അടുത്തതും പച്ച. എന്ത് പച്ചക്ക് ഇത്ര പ്രത്യേകത?
Yeah. ഗോൾഡ്. ഇത് ഗോൾഡൻ ഷോളൊക്കെ ആയിട്ട് ഇത് കാഞ്ചി സ്റ്റോഴ്സിന്ന്. ഇതെന്താ? ഇത് കാഞ്ചി സ്റ്റോഴ്സ്, എബി, ജോയൽ, അജു, സമീന. ഇത് നല്ല ചുരിദാർ സെറ്റാണ്. ഇതെൻ്റെ ഇപ്പം 10th അല്ല, ശരിക്കും അജ്നാസും എബിയും ജോയലും സമീനയും എൻ്റെ 8th തൊട്ട് പഠിക്കണതാ. നമ്മൾ +1 +2 എത്തിക്കഴിഞ്ഞപ്പോൾ സമീനായിട്ട് ബെസ്റ്റ് ഫ്രണ്ടായേ. സെറ്റ്. താങ്ക് യു. നല്ലല്ലേ? ഇത് അക്കുവിൻ്റെ വക കേട്ടോ. അക്കു എൻ്റെ കസിനാണ്. നല്ല പ്രിൻ്റാണ്. അക്കുവിൻ്റെ മാത്രമല്ല, എൻ്റെ ആലുവ കസിൻസിൻ്റെ വക. എവറിബോഡി താങ്ക് യു. അല്ലാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കയറുമോ ആവോ? സെറ്റ്. നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഇതിടാം. ഞാൻ നാളെ അമ്പലത്തിൽ പോയി ഡ്രസ്സ് വാങ്ങിക്കണം വെച്ചിരിക്കായിരുന്നു. ഡ്രസ്സ് കിട്ടി. പെർഫ്യൂം, 2 പെർഫ്യൂം. എന്നിട്ടാണ് എബഡി ഫോർ മീ. മീയോ? നേരത്തെ സെയിം പോലത്തെ സ്മെല്ല്. മണത്താ മതി, എന്നിട്ട് കൂടെ തിരിച്ചു തന്നെ. നമ്മുടെ എല്ലാ ഗിഫ്റ്റുകളും പൊട്ടിച്ചു തോന്നണം. സോ നമ്മളുടെ ഗിഫ്റ്റ് പൊട്ടിക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി കല്യാണ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അത്രേ ഉള്ളൂ. സൈനിങ് ഔട്ട്, അനഘ VP. ബൈ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക്, ഫോളോ, സബ്സ്ക്രൈബ്, ഷെയർ. ബൈ.